പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി.കെ. നായർ റിപ്പോർട്ടറിനൊപ്പം ചേരുന്നു. നമുക്കറിയാം, ജമ്മുകാശ്മീർ ഏതാണ്ട് വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രാജ്യം ഈ തീവ്രവാദി ആക്രമണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. സിന്ധു നദീ ജല കരാർ റദ്ദാക്കുന്നു, അതിനു പുറമെ വിസ റദ്ദാക്കുന്ന അടക്കമുള്ള മറ്റ് സാധാരണ നടപടികളാണ്. ഇതൊക്കെ എങ്ങനെയാണ് ബാധിക്കുക? ഈ സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന പ്രതീതിയും ഉണ്ടാകുന്നുണ്ട്. ഈ സംഘർഷം വളരെ വളരെ അപലപനീയമാണെന്നുള്ളതിനൊരു സംശയമില്ല. ഇന്ത്യക്കാർ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് പ്രധാനമന്ത്രിയുടെയും നമ്മുടെ ഭരണകൂടത്തിൻ്റെയും പിന്നിൽ നിന്ന് ഇതിനെതിരായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കും എന്നുള്ളതിനൊരു സംശയമില്ല. തീർച്ചയായിട്ടും ഒരു രാജ്യം എന്നുള്ള നിലയിൽ നമ്മൾ ഇതിനു മുമ്പും നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംഘർഷങ്ങൾ യുദ്ധത്തിലേക്കും കലാശിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്ന കാര്യങ്ങൾ അത്ര ശുഭോദർക്കമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ നല്ല സാധാരണ ഏത് സാഹചര്യത്തിലായാലും യുദ്ധം ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമല്ല. നമ്മളുടെ പ്രധാനമന്ത്രി പല അവസരങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് പറയുന്നതാണ്. വളരെ ശരിയായ കാര്യം അദ്ദേഹം പറഞ്ഞത്. അത് ഇന്ത്യക്ക് പുറത്ത് ഉള്ള കാര്യങ്ങളായാലും അതേപോലെ തന്നെ അത് ഇന്ത്യയെയും ബാധിക്കും തീർച്ചയായിട്ടും. അത് കാരണം ഒരു യുദ്ധത്തിലേക്ക് നമ്മൾ ഒരു കാരണവശാലും നീങ്ങരുതെന്നുള്ളതാണ് എൻ്റെ വളരെ ദൃഢമായ അഭിപ്രായം. അതേസമയം തീർച്ചയായിട്ടും പാകിസ്ഥാൻ ചെയ്ത ഈ വളരെ കഠോരമായ മനുഷ്യത്വഹീനമായ പ്രവർത്തനമാണെന്നുള്ളതിന് ഒരു സംശയമില്ല. അതിന് ഇന്ത്യയിലുള്ള എല്ലാവരും, ജമ്മു കാശ്മീരിലുള്ളവർ മാത്രമല്ല, എന്താ പറയുക, പിന്നെ അഫക്റ്റഡ് ആയിട്ടുള്ള ഫാമിലീസ് അല്ല, എല്ലാവരും ഇതിനെ ഒന്നടങ്കം അപലപിക്കും എന്നുള്ളതിൻ്റെ സംശയമില്ല. തീർച്ചയായും ഈ അവസരത്തിൽ ആ മുറിവിനെ എങ്ങനെ ഉണക്കാൻ സാധിക്കും, കാശ്മീരിനെ എങ്ങനെ സാധാരണ നിലയിൽ ആക്കാൻ സാധിക്കും ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് പോലെ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാശ്മീർ വർഷങ്ങൾക്ക് ശേഷം ഒരു വികസനത്തിൻ്റെ പാതയിലായിരുന്നു എന്നുള്ളതിനൊരു സംശയമില്ല. ഇതേമാതിരിയുള്ള പിന്നെ എന്താ പറയുക, ഈ വിഘടനവാദികളും അതുപോലെയുള്ളവരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ കുറഞ്ഞു വരുന്ന ഒരു അവസരമായിരുന്നു പല തരത്തിലും. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഈ ടൂറിസ്റ്റിൻ്റെ അവിടേക്കുള്ള പോക്ക്. അത് കാശ്മീരിൻ്റെ ധനസ്ഥിതിയെയും കാശ്മീരിൻ്റെ പ്രോസ്പെരിറ്റിയെ ഏറ്റവും അധികം ബാധിക്കുന്നതാണ് അവിടുത്തെ ടൂറിസം. ആ ടൂറിസം മേഖലയിൽ വികസിച്ച് വരുന്ന അല്ലെങ്കിൽ അതിലുണ്ടായിക്കൊണ്ടിരുന്ന പ്രോഗ്രസ്സിനെ ഇത് തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭയാനകരമായ ഒരു കാര്യം, ഈ ആളുകളുടെ മരണത്തിന് പുറമേ ഉള്ളത്. കാര്യം ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തെ മുഴുവനും ബാധിക്കുന്ന രീതിയിലാവും അവിടുത്തെ ടൂറിസം അവസാനിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ആ ടൂറിസത്തിനെ എത്രയും വേഗത്തിൽ തിരിച്ച് അതിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന അതിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് അതായിരിക്കണം, ബാക്ക് ടു നോർമൽസി ഇൻ കാശ്മീർ. തീർച്ചയായും ഈ അവസരത്തിൽ നമ്മൾ തിരിച്ചടിയായിട്ട് പലതും ചെയ്യാൻ ആവശ്യമുണ്ട്. ഏറ്റവും പ്രധാനമായി നേരത്തെ നമ്മുടെ പാർലമെൻറ്റിന് നേരെ ആക്രമണം നടക്കുന്നു, മുംബൈയിൽ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നു. അങ്ങനെ രാജ്യത്തിനകത്തേക്കെത്തി ഇതിനൊന്നും ബന്ധമില്ലാത്ത ആളുകളെ ആക്രമിക്കുകയാണ്, അവർ ഇരകളായി മാറുകയാണ്. അങ്ങനെ രാജ്യത്തിനകത്തേക്കെത്തി തീവ്രവാദ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്ന സാഹചര്യമാണ്. സ്വാഭാവികമായും ഇതിനെങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ്. അത് ഒറ്റ വാക്കിൽ അതിനൊരു ഉത്തരം പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പല വശങ്ങളുണ്ട്. ഇപ്പം താങ്കൾ സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ, ആ സമയത്തൊക്കെ നമ്മളതിനെ നേരിട്ടു, നമ്മളതിനൊക്കെ അതിജീവിച്ചു, അത് ശരി തന്നെ. പക്ഷേ ഈ കാര്യത്തിനൊക്കെ ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് തീർച്ച പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഒരു രാജ്യത്തിനും ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഈ ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായില്ലേ ഇസ്രായേലിൻ്റെ മാതിരി ഇത്രയധികം പ്രതിരോധ ശക്തിയും ഇൻ്റലിജൻസും എല്ലാം ഉള്ള ഒരു രാജ്യത്താണ് ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായത്. അപ്പോൾ അത് കാരണം നമുക്ക്
നമ്മളുടെ രാജ്യത്തെ ഈ സുരക്ഷാ കാര്യങ്ങൾ അത്ര പെർഫെക്റ്റായിട്ട് വെച്ചിട്ട് ഒരിക്കലും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള ഒരു സ്ഥിതി വരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇറ്റേണൽ വിജിലൻസ്, ഇതിൽ നിന്നും പഠിക്കുന്ന പാഠം അതാണ്. ഒരിക്കലും നമ്മൾ ഇതിനെ ലാഘവബുദ്ധിയോടുകൂടി കാണാൻ പറ്റില്ല. ഇന്ത്യയും പാകിസ്ഥാനും അവരുടെ ഈ ബന്ധങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം, പ്രത്യേകിച്ച് ഈ ഇസ്രായേലിനെ ചുറ്റി പലസ്തീനും അതുമാതിരിയുള്ള രാജ്യങ്ങളുള്ള മാതിരി തന്നെ ഇന്ത്യക്ക് ഒരു ഏറ്റവും ഇന്ത്യയുടെ ഒരു കാലത്തും മാറാൻ സാധ്യത ഉണ്ടെന്ന് ഇന്ന് തോന്നുന്ന കാര്യമല്ലാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും ഒരു അനുരഞ്ജനം ഉണ്ടായി സമാധാനപരമായി ജീവിക്കുക എന്നുള്ളത്. വാസ്തവത്തിൽ അങ്ങനെ സമാധാനപരമായി ഇന്ത്യയും പാകിസ്ഥാനും ജീവിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് രാജ്യങ്ങൾക്കും പ്രയോജനമാണ് എന്നുള്ളത് തന്നെ ഒരു സംശയമില്ല. ലോകത്തിനും പ്രയോജനമാണ്, ആളുകൾക്കും പ്രയോജനമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ വരുന്നില്ല. ദിസ് ഈസ് ദി പിറ്റി ഓഫ് ഇറ്റ്. അതിനൊരു മറുപടി എനിക്ക് തരാൻ അറിയില്ല. അതുപോലെ തന്നെ ഇങ്ങനെ നടക്കുന്ന ഈ വിഘടനവാദികളുടെ ആയാലും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അതിർത്തിക്ക് പുറത്തുനിന്ന് വന്ന് നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങളായാലും ഇതിനൊക്കെ ഒരു കംപ്ലീറ്റ് ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരവില്ല. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ കംപ്ലീറ്റായിട്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കില്ല. അത് കാരണം ഇറ്റേണൽ വിജിലൻസ്, എപ്പോഴും നമ്മൾ ജാഗരൂകരായിരിക്കുക. നമ്മൾ ഒരിക്കലും ഒരു ലാഘവബുദ്ധിയോടുകൂടി കാണരുത്. അപ്പം നമ്മളുടെ എല്ലാ ഏജൻസികളും, പ്രത്യേകിച്ച് ഇൻ്റലിജൻസ് ഏജൻസി, പിന്നെ സെക്യൂരിറ്റി ഏജൻസി, സ്റ്റേറ്റിനും പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും ഉള്ള എല്ലാ ഏജൻസികളും ഒരുമിച്ച് കോർഡിനേറ്റഡായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ഇതിൽ ഒരുപക്ഷെ രാജ്യത്ത് ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ വിഭാഗമുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നതും. നമ്മുടെ അതിർത്തിയിൽ ഏറ്റവും മികച്ച സുരക്ഷ തന്നെയുണ്ട്. പക്ഷേ അതിർത്തിക്ക് ഇപ്പുറത്തേക്ക് ഈ ടൂറിസ്റ്റ് മേഖലയിൽ എവിടെയോ ഒരു സുരക്ഷാ പാളിച്ച പറ്റിയെന്ന അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ? താങ്കൾ പറഞ്ഞത് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ചില ആളുകൾക്ക് അങ്ങനെ തോന്നിയെന്ന് വരാം. സുരക്ഷാ ഏജൻസികളുടെ വീഴ്ചയെന്നോ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഏജൻസിയുടെ വീഴ്ചയെന്നോ പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല. കാര്യം എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല. പക്ഷേ തീർച്ചയായിട്ടും NIA ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധയിലുണ്ടാവുമെന്ന് മാത്രമല്ല, പ്രധാനമന്ത്രിയും പിന്നെ പ്രതിരോധ മന്ത്രിയും മറ്റ് നമ്മളുടെ ഹോം മിനിസ്റ്ററും മറ്റ് സെക്യൂരിറ്റി ഏജൻസികളുടെ ആൾക്കാർക്കൊക്കെ നമ്മളെക്കാട്ടിലൊക്കെ ഈ കാര്യത്തിൽ വിവരമുള്ളവരാണ് അവരെന്നുള്ളതിൽ സംശയമില്ല. നമ്മളെപ്പോലെ തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളെക്കാട്ടിൽ കൂടുതൽ ആകാംക്ഷയുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇപ്പോഴവരുടെ കൺസിഡറേഷനിൽ ഉണ്ടാവുമെന്നുള്ളതിനൊരു സംശയമില്ല. പക്ഷേ കുറച്ച് കാലത്തേക്ക് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം പഴയതിനേക്കാട്ടിൽ കൂടുതൽ വഷളാവുമെന്നുള്ളതിനും സംശയമില്ല. ഈ സിന്ധു ജല നദി കരാർ അത് ഇന്ത്യ റദ്ദാക്കുമ്പോൾ മറിച്ച് ഷിംല കരാർ പാകിസ്ഥാൻ റദ്ദാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അത് വീണ്ടും ഒരു സംഘർഷത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് തുല്യമാകില്ലേ അങ്ങനെ ഒരു തീരുമാനം പാകിസ്ഥാൻ എടുക്കുമ്പോൾ? ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ തീർച്ചയായും ഓരോ സ്റ്റെപ്പും എടുക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള സ്റ്റെപ്പും കൂടെ വരും. അത് നമ്മളും ഇന്ത്യ ഗവൺമെൻറ്റിന് തന്നെ ഈ കാര്യത്തിൽ ബോധമുണ്ടാകും. അവരൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് പിന്നെ പ്രതികാരമായിട്ടല്ലെങ്കിൽ അതിന് മറുപടിയായിട്ട് പാകിസ്ഥാൻ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മളും ആലോചിക്കാണ്ട് ചെയ്യില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടാവും. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി ഇതിൻ്റെയൊക്കെ അവസാനം പരിണിത ഫലം ഈ നമ്മളുടെ പുരോഗതിയെയും നമ്മളുടെ രാജ്യത്തെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ജമ്മു ആൻഡ് കാശ്മീർ പ്രത്യേകിച്ചും, അതിനൊക്കെയുള്ള പുരോഗതിക്കൊരു തടസ്സമായി വരുമെന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. അതിനൊക്കെ പീപ്പിൾ വിൽ സഫർ, അതിൻ്റെ സംശയമില്ല. ഇപ്പം തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ പ്രതിരോധ നടപടികളും സുരക്ഷാ നടപടികളൊക്കെ അതിന് നമ്മളൊക്കെ എല്ലാവരും രാജ്യം ഒന്നായി ഭരണകൂടത്തിൻ്റെ പുറകിലുണ്ടാവും ഇതൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ ഭരണകൂടത്തിനും ആ സമയത്ത് ബോധമുണ്ടാവും. പക്ഷേ ഈ സമയത്ത് പല കൺസിഡറേഷൻസ് അല്ലേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഇങ്ങനെ ഒരു ഇൻഹ്യൂമൻ ആക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കണം ഉള്ള ചിന്ത എല്ലാവരിലും ഉണ്ടാവും, സാധാരണക്കാരിലും അതുണ്ടാവും. പക്ഷേ എൻ്റെ വളരെ കൺസേൺഡ് ആയിട്ടുള്ള അഭിപ്രായം, അതോടെ ആളുകൾ യോജിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല.
ദാറ്റ് അങ്ങനെയുള്ള ഒരു സ്ഥിതി രാജ്യത്തുണ്ടാക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഇതിൻ്റെ പിന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഉണ്ട്, അതിന് കഴിവുള്ള ഗവൺമെൻറ് ഉണ്ട്, സേനയുണ്ട്. ആ കാര്യം അവരിൽ വിട്ടുകൊടുത്തിട്ട് നമ്മൾ പിന്നെ ഈ ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടായതിനെ കൂടുതൽ സംഘർഷത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് ഏതാണ്ട് PMOയിൽ ദീർഘകാലം ഉണ്ടായിരുന്നതാണ്. സ്വാഭാവികമായും ഇതുപോലെയുള്ള പല സാഹചര്യങ്ങളും അഭിമുഖീകരിച്ചിട്ടുണ്ടാകും. ആ ഘട്ടത്തിലൊക്കെ സ്വാഭാവികമായും ആദ്യം ഒരു മധ്യസ്ഥ ശ്രമത്തിനാണോ ശ്രമിക്കാറ്? അങ്ങനെ ഒരു നീക്കമാണോ ഉണ്ടാകാറുള്ളത്? ആദ്യം ഒരു മധ്യസ്ഥ ശ്രമത്തിനല്ല എന്നെനിക്ക് തോന്നുന്നു. ആദ്യമായിട്ട് വന്നാൽ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഇമ്മീഡിയറ്റായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെയും ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ പല പ്രതികാര നടപടികൾ, പ്രതികാരമെന്നോ അല്ലെങ്കിൽ വേറെ ഒരു വാക്കെന്താണ് ഞാൻ പറയുക, ഈ നദീജല ഇത് അല്ലെങ്കിൽ എംബസികളിൽ നിന്ന് നമ്മുടെ അംബാസഡറെ തിരിച്ചു വിളിക്കുക, ഇതൊക്കെ ഡിപ്ലോമാറ്റിക്കലി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നില്ല. ഈ പല കാരണങ്ങൾ കൊണ്ട് പല എംബസികളും പല രാജ്യങ്ങളും അവരുടെ അംബാസഡർമാരെ തിരിച്ചു വിളിക്കാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് തണുത്ത് പലതരത്തിലുള്ള ബാക്ക് ഡോർ ചാനലിൽ കൂടെയും അല്ലാതെയും ഒക്കെയുള്ള സംഭാഷണങ്ങൾ വഴി അതൊക്കെ തുടങ്ങുകയാണ്. കാര്യം ഒരു പെർമനൻ്റ് സ്റ്റേറ്റ് ഓഫ് ടെൻഷൻ ആൻഡ് വാർ, അങ്ങനെ ഒരു അത്ര ഒരു സംഘർഷത്തിൽ രാജ്യങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഓക്കെ, ഒക്കേഷൻസിൽ അങ്ങനെ ഉണ്ടാവാം. പക്ഷേ അതിനെ അഭിമുഖീകരിക്കുമ്പോൾ തന്നെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഈ പെർപ്പച്വലായിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ചെയ്യുക. പലതും നമ്മളുടെ പിടിയിലല്ലായിരിക്കും. ഇപ്പോൾ ഈ നടന്ന സംഭവം തന്നെ ഇതിൽ നമുക്ക് നമ്മുടെ കോൺട്രിബ്യൂഷനൊന്നുമില്ല, ഇത് നമ്മൾ അടിച്ചേൽപ്പിച്ച കാര്യമാണ്. പക്ഷേ അതിനെ അഭിമുഖീകരിക്കണം. തീർച്ചയായിട്ടും അതിന് സർക്കാർ ചെയ്യുന്ന എല്ലാ നടപടികളെയും രാജ്യം മുഴുവനും എന്താ പറയുക വളരെ ഏറ്റവും ശക്തമായ രീതിയിൽ രാജ്യം നമ്മളുടെ ലീഡർഷിപ്പിൻ്റെ പുറകെ ഉണ്ടാവും. തീർച്ചയായും ആ ലീഡർഷിപ്പ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ ഒരു പെർമനൻറ്റ് ഫീച്ചറാക്കി മാറ്റുന്നതിനുള്ള അല്ലെങ്കിൽ ഇതിനെ ഒരു യുദ്ധത്തിൻ്റെ സമാനമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, രാജ്യത്തിനൊപ്പം നിൽക്കേണ്ട സമയമാണിതെന്ന് TK നായർ പറയുന്നു. അതിനൊപ്പം തന്നെ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അത്ര ഗുണകരമാകില്ല എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ദില്ലിയിൽ നടക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളടക്കം സർക്കാരിനൊപ്പം, ജനങ്ങളൊക്കെ സർക്കാരിനൊപ്പം നിൽക്കുന്നു. കാരണം അത്രയും ക്രൂരമായ വേട്ടയാണ് രാജ്യത്ത് ജമ്മു ആൻഡ് കാശ്മീരിൽ നടന്നതെന്നും പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TK നായർ പങ്കുവയ്ക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.